വർഷം 1888. ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ പ്രദേശം ലോക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. പക്ഷേ ആ തെരുവുകളിൽ അഴുക്കും പട്ടിണിയും മാത്രമായിരുന്നു. അവിടെയുള്ള സ്ത്രീകൾക്ക് രാത്രിയിൽ പുറത്തിറങ്ങാൻ ഭയമായിരുന്നു. കാരണം ആ ഇരുട്ടിൽ ഒരാൾ കത്തിയും പിടിച്ചു നിൽപ്പുണ്ട്. അയാൾ വെറുതെ കൊല്ലുകയല്ല ചെയ്തത്, മനുഷ്യ ശരീരത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെ കൃത്യമായി കീറി മുറിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊലയാളി പോലീസിന് കത്തയച്ചു. അതിൽ സ്വന്തം പേര് അയാൾ ഇങ്ങനെ കുറിച്ചു: ജാക്ക് ദ റിപ്പർ. 138 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ജാക്ക് ആരാണെന്ന് നമുക്കറിയില്ല. ഇത് കെട്ടുകഥയല്ല, ലോക പോലീസിനെ തന്നെ കുഴക്കിയ യഥാർത്ഥ സംഭവമാണ്. ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോൾഡ് കേസ് നമ്മൾ പരിശോധിക്കുന്നു. വെറും കഥകളല്ല, യഥാർത്ഥ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. കൊലപാതകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അവിടുത്തെ സാഹചര്യം കൃത്യമായി പഠിക്കണം. ലണ്ടൻ നഗരമെന്ന് കേൾക്കുമ്പോൾ കൊട്ടാരങ്ങളും രാജാക്കന്മാരുമായിരിക്കും ഓർമ്മ വരിക. എന്നാൽ വൈറ്റ് ചാപ്പൽ ഒരു നരകമായിരുന്നു. ഒരു ചതുരശ്ര മൈലിനുള്ളിൽ 80,000-ഓളം ആളുകളാണ് തിങ്ങി പാർത്തിരുന്നത്. ഒരു രാത്രി കിടന്നുറങ്ങാൻ 4 പെൻസ് കൊടുക്കണമായിരുന്നു. പണമില്ലാത്തവർക്ക് 2 പെൻസ് കൊടുത്താൽ കയറിൽ ചാരി കിടന്നുറങ്ങാം. ഈ 4 പെൻസ് കണ്ടെത്താൻ വേണ്ടി രാത്രിയിൽ ഇറങ്ങി നടന്ന സ്ത്രീകളാണ് ഈ മൃഗത്തിന് ഇരയായത്. ചരിത്രകാരന്മാർ ഇവരെ വിളിച്ചിരുന്നത് ദ അൺഫോർച്ചുനേറ്റ്സ് എന്നാണ്. അന്ന് ലണ്ടൻ നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് വളരെ കുറവായിരുന്നു. CCTV ഇല്ലാത്ത, വിരലടയാളം കണ്ടുപിടിക്കാൻ കഴിയാത്ത കാലം. പോലീസിന് കൃത്യമായി പട്രോളിംഗ് നടത്താൻ പറ്റാത്ത ഇരുണ്ട ഇടുങ്ങിയ തെരുവുകളാണ് ഇതിനുള്ളത്. അതാണ് ഈ കൊലയാളിയുടെ ഏറ്റവും വലിയ ആയുധം. നൂറുകണക്കിന് കൊലപാതകങ്ങൾ ആ സമയത്ത് നടന്നിട്ടുണ്ടെങ്കിലും ഇതിൽ 5 എണ്ണം മാത്രമാണ് ജാക്ക് ദ റിപ്പർ ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസ് സ്ഥിരീകരണം. ഇതിനെ അവർ കാനോനിക്കൽ 5 എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തെ ഇര മേരി ആൻ നിക്കോൾസ്. 1888 ഓഗസ്റ്റ് 31 പുലർച്ചെ 3:40. ചാൾസ് ക്രോസ് എന്നയാൾ ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴി ഒരു സ്ത്രീയുടെ മൃതദേഹം കാണുന്നു. പോലീസും ഡോക്ടറും വന്ന് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവളുടെ കഴുത്ത് 2 തവണ അറുത്തിരുന്നു, വയർ കീറി മുറിച്ചിരുന്നു. ഇതൊരു സാധാരണ കൊലപാതകമല്ല എന്ന് പോലീസിന് മനസ്സിലായി. കൊലയാളി ഒരു പ്രത്യേക പാറ്റേൺ പിന്തുടരുന്നുണ്ടായിരുന്നു. വെറും 8 ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കൊലപാതകം നടന്നു. ആനി ചാപ്മാൻ. പുലർച്ചെ 6 മണിക്ക് ഹാൻബറി സ്ട്രീറ്റിലെ ഒരു വീടിന്റെ പിൻവശത്തു നിന്നുമാണ് ബോഡി കിട്ടിയത്. ഇവിടെ കില്ലർ കൂടുതൽ ക്രൂരനായി. ഡോക്ടർ ജോർജ് ഫിലിപ്പ് നടത്തിയ ഓട്ടോപ്സിയിൽ ഒരു കാര്യം വ്യക്തമായി: കില്ലർ അവളുടെ ഗർഭപാത്രം എടുത്തു മാറ്റിയിരുന്നു. ഇരുട്ടിൽ മിനിറ്റുകൾക്കുള്ളിൽ ഇത്രയും കൃത്യമായ രീതിയിൽ ഒരു അവയവം എടുത്തു മാറ്റണമെങ്കിൽ അയാൾ സാധാരണക്കാരനല്ല. അയാൾ ഒരു ശരീരശാസ്ത്രം അറിയാവുന്ന ഒരു സർജൻ അല്ലെങ്കിൽ ഒരു കശാപ്പുകാരനായിരിക്കണമെന്ന് ഡോക്ടർ വിധിയെഴുതി. കൊലയാളി നിസ്സാരക്കാരനല്ല എന്ന് സ്കോട്ട്ലാൻഡ് യാർഡിന് മനസ്സിലായി. പിന്നീട് വന്നത് ചരിത്രത്തിൽ ദ ഡബിൾ ഇവന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും ക്രൂരമായ രാത്രിയാണ്. സെപ്റ്റംബർ 30. 1 മണിക്കൂറിനുള്ളിൽ നടന്നത് 2 കൊലപാതകങ്ങൾ. പുലർച്ചെ 1 മണിക്ക് എലിസബത്ത് സ്ട്രൈഡ് കൊല്ലപ്പെടുന്നു. ഇസ്രായേൽ ഷ്വാർട്സ് എന്ന ദൃക്സാക്ഷി അവളെ ഒരാൾ പാലത്തിന് മുകളിൽ നിന്ന് തള്ളിയിടുന്നത് കണ്ടിരുന്നു. എന്നാൽ കൊലപാതകം നടക്കുന്നതിനിടയിൽ ലൂയിസ് ഡീംസ് എന്ന വ്യക്തി കുതിരവണ്ടിയിൽ അങ്ങോട്ട് വന്നതിനാൽ അയാൾക്ക് ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. തന്റെ ജോലി പൂർത്തിയാക്കാൻ കഴിയാത്ത ദേഷ്യത്തിൽ കൊലയാളി നടന്ന് മീറ്റർ സ്ക്വയറിലെത്തി. 45 മിനിറ്റുകൾക്ക് ശേഷം കാതറിൻ എഡോവ്സിനെ അയാൾ കൊലപ്പെടുത്തി. അവളുടെ മുഖം വികൃതമാക്കി. അവളുടെ ഒരു കിഡ്നി അയാൾ മുറിച്ചു മാറ്റി. ഇതെല്ലാം നടന്നത് കൂരിരുട്ടിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുന്ന വഴിയിൽ കൊലയാളി രക്തക്കറ പുരണ്ട ഒരു തുണിക്കഷ്ണം ഉപേക്ഷിച്ചു. അതിനുശേഷം അതിനു മുകളിലെ ചുമരിൽ ചോക്കുകൊണ്ട് ഇങ്ങനെ എഴുതി: ദ ജൂസ് ആർ ദ മാൻ ദാറ്റ് വിൽ നോട്ട് ബി ബ്ലെയിംഡ് ഫോർ നത്തിങ്. ഈ വരികൾ കാരണം അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുമെന്ന് ഭയന്ന് പോലീസ് കമ്മീഷണർ ചാൾസ് വാറൻ അത് മായ്ച്ചു കളയാൻ ഉത്തരവിട്ടു. അതോടെ ഏറ്റവും വലിയ തെളിവ് നശിച്ചു. നവംബർ 9. 5ാമത്തെയും അവസാനത്തെയും കൊലപാതകം. മേരി ജെയിൻ. മറ്റു കൊലപാതകങ്ങളെല്ലാം തെരുവിലാണ് നടന്നതെങ്കിൽ ഇത് അവളുടെ മുറിയിലായിരുന്നു. വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നു. രാവിലെ വാടക ചോദിക്കാനെത്തിയ തോമസ് ബോയർ കണ്ട കാഴ്ച ലണ്ടൻ പോലീസിനെ പോലും ഞെട്ടിച്ചു. കൊലയാളിക്ക് മുറിയിൽ ഒരുപാട് സമയം ലഭിച്ചതിനാൽ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയ ക്രൂരതയാണ് അവിടെ നടന്നത്. ഡോക്ടർ തോമസ് ബോൺ നടത്തിയ വിശദമായ പരിശോധനയിൽ ഹൃദയം ഒഴികെയുള്ള മറ്റ് ശരീരഭാഗങ്ങളെല്ലാം പുറത്തെടുത്തു വെച്ചതായി കണ്ടെത്തി. ഇത് ആധുനിക ക്രിമിനൽ പ്രൊഫൈലിംഗിന്റെ തുടക്കമായി മാറി. ഈ കൊലപാതകങ്ങൾ ലണ്ടനെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു. ഇതിനിടയിൽ പത്രങ്ങൾ ഈ വാർത്ത വെച്ച് വലിയ ബിസിനസ്സുകൾ നടത്തി. സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിന് നിരവധി കത്തുകൾ വന്നു തുടങ്ങി. ഭൂരിഭാഗവും വ്യാജമായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും പ്രശസ്തമായത് ചുവന്ന വരിയിൽ എഴുതിയ ഡിയർ ബോസ് എന്ന കത്തായിരുന്നു. എനിക്ക് പണി നിർത്താൻ ഉദ്ദേശമില്ല, ഞാൻ ഇനി ചെവി മുറിച്ചെടുക്കും. ഇതായിരുന്നു കത്തിൽ എഴുതിയിരുന്നത്. പോലീസ് ഇത് തമാശയായി എടുത്തു. പക്ഷേ അടുത്ത ദിവസം കണ്ടെത്തിയ മൃതദേഹത്തിൽ നിന്നും ചെവി മുറിച്ചിരുന്നു. ഈ കത്തിലാണ് ആദ്യമായി ജാക്ക് ദ റിപ്പർ എന്ന് ഒപ്പുവെച്ചത്. ഏറ്റവും ഭയാനകമായ കത്ത് വന്നത് വൈറ്റ് ചാപ്പൽ വിജിലൻസ് കമ്മിറ്റി തലവനായ ജോർജ് ലെസ്കിനാണ്. അയാൾക്ക് ഒരു പെട്ടി വന്നു. അതിനകത്ത് ആൽക്കഹോളിൽ സൂക്ഷിച്ച ഒരു മനുഷ്യന്റെ കിഡ്നിയുടെ പകുതിയും ഉണ്ടായിരുന്നു.
കൂടെ ഉണ്ടായിരുന്ന കത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്: ഇതിന്റെ പകുതി ഞാൻ നരകത്തിൽ നിന്നും വറുത്തു തിന്നു. ഇത് കാതറിൻ എഡോക്സിന്റെ കിഡ്നിയുടെ ഭാഗമാണെന്ന് മെഡിക്കൽ വിദഗ്ധർ കണ്ടെത്തി. കൊലയാളി പോലീസുമായി നടത്തിയ സൈക്കോളജിക്കൽ മൈൻഡ് ഗെയിമിന്റെ ഭാഗമായിരുന്നു ഇത്. ആരായിരുന്നു ജാക്ക് ദ റിപ്പർ? സ്കോട്ട്ലൻഡ് യാർഡ് ഇൻസ്പെക്ടർ ഫെഡറിക് അബർലൈൻ നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. അതിൽ പ്രധാന സംശയമുള്ളവരെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ആൾ ആരോൺ കോസ്മിൻസ്കി, ഒരു പോളിഷ് ബാർബർ. ഇദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടായിരുന്നു. ഇയാൾക്ക് സ്ത്രീകളോട് വെറുപ്പായിരുന്നു. 2014 കാതറിൻ എഡോസിന്റെ ഷാളിൽ നിന്നും കിട്ടിയ DNA ഇയാളുമായി മാച്ച് ആകുന്നുണ്ടെന്ന് കണ്ടെത്തി. പക്ഷേ 130 വർഷമായി പലരും തൊട്ട ഷാളായതുകൊണ്ട് ഈ തെളിവ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രലോകം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഈ തെളിവ് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. അടുത്തത് മോണ്ടേഗ് ജോൺ ഡ്രോയിറ്റ്, ഒരു സ്കൂൾ ടീച്ചറും ബാരിസ്റ്ററുമായിരുന്നു. ജാക്ക് അപ്രത്യക്ഷമായ സമയത്ത് ഇയാൾ തേംസ് നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. കൊലപാതകങ്ങളിൽ നിന്നതും ഇയാളുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിച്ചു. അടുത്തത് ഡോക്ടർ ഫ്രാൻസിസ് ഡംബിൾട്ടി, ഒരു അമേരിക്കൻ വ്യാജ ഡോക്ടർ. ഇയാൾക്ക് സ്ത്രീകളുടെ ഗർഭപാത്രം ശേഖരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിക്കുന്ന ഒരു വിചിത്രമായ ഹോബി ഉണ്ടായിരുന്നു. കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് ഇയാൾ ലണ്ടനിലുണ്ടായിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് കടന്നു. പ്രിൻസ് ആൽബർട്ട് വിക്ടർ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൊച്ചുമകൻ. രാജകുടുംബത്തിന് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസ് ഈ കൊലപാതകങ്ങൾ മറച്ചുവെച്ചു എന്നൊരു വലിയൊരു ഗൂഢാലോചന തിയറിയുണ്ട്. എന്നാൽ ഈ സംശയിക്കുന്നവർക്കെതിരെ കോടതിയിൽ കാണിക്കാൻ ഫിസിക്കൽ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. ജാക്ക് ദ റിപ്പർ പിന്നീട് എങ്ങോട്ട് പോയി? അദ്ദേഹം മരിച്ചോ, ജയിലിലായോ, അതോ പ്രായമായി സാധാരണ മരണത്തിന് കീഴടങ്ങുകയായിരുന്നോ? അതെല്ലാം ഇന്നും രഹസ്യമായി തുടരുന്നു. പക്ഷേ ഈ കേസ് ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന ശാഖ തന്നെ മാറാൻ കാരണം ഈ കേസാണ്. ആധുനിക ഫോറൻസിക് സയൻസിന്റെയും സീരിയൽ കില്ലർ പ്രൊഫൈലിംഗിന്റെയും തുടക്കം ഈ കേസിൽ നിന്നുമാണ്. കൂടാതെ പത്രങ്ങൾ എങ്ങനെ ക്രൈം വാർത്തകൾ സെൻസേഷണൽ ആക്കാമെന്ന് പഠിച്ചതും ജാക്ക് ദ റിപ്പർ കേസിലാണ്. ഈ തെളിവുകളുടെയും തിയറികളുടെയും അടിസ്ഥാനത്തിൽ ആരായിരിക്കും കുറ്റവാളി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? രാജകുമാരനോ അതോ പോളിഷ് ബാർബറോ ഡോക്ടറോ? ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലോകം മറച്ചുവെച്ച മറ്റൊരു രഹസ്യവുമായി അടുത്ത വീഡിയോയിൽ വരാം. സോ അതുവരേക്കും ഇറ്റ്സ് മീ ഐവിൻ ജോസ് സൈനിങ് ഓഫ്.